അഡ്വക്കേറ്റ് ആരിസ് ബീരാൻ ചേരുന്നുണ്ട്. ശ്രീ ആരിസ്, ഇവിടെ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ല. അത്ര പെട്ടെന്ന് ധൃതിയിൽ ഇത് നടപ്പാക്കൽ സാധ്യമല്ല എന്ന് ഓരോ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും കോടതി അത് പരിഗണിക്കുക? നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിലാണ് ഇപ്പോൾ ഈ തീവ്ര പരിഷ്കരണം നടപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ഒരു മാസം എന്ന കാലാവധിയിൽ അവർ എന്തിനാണ് ഇത്ര ശാഠ്യം പിടിക്കുന്നതെന്ന് മനസ്സിലാകാത്തത്. കേരളത്തിന്റെ സാഹചര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഓഫീസർമാര് കംപ്ലീറ്റ് അതിന്റെ തിരക്കിലായിരിക്കും. ആ സമയത്താണ് സംസ്ഥാന സർക്കാർ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തൊട്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മാസം കൊണ്ട് ഈ തീവ്ര പരിഷ്കരണം തീർക്കണമെന്നുള്ള ഒരു ശാഠ്യം അവർ പിടിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു ശതമാനം പ്രവാസി വോട്ടർമാരുള്ള സംസ്ഥാനമാണ്. ഈ പ്രവാസികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഓൺലൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ വെരിഫിക്കേഷന് വരെ BLOമാർ പോകേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. നമുക്കിപ്പോ BLOമാരുടെ സമ്മർദ്ദം എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമുള്ള ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ, അതേപോലെ തന്നെ രാജസ്ഥാനിലും ഒരു ആത്മഹത്യ നമ്മൾ കണ്ടാണ്. അത് ഈ BLOമാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് രാവിലെ 8 മണിയൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിക്കാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത്. അതിനകത്ത് ശനിയാഴ്ചന്നോ ഞായറാഴ്ചന്നോ ഒന്നുമില്ല. എന്നിട്ട് പോലും പകല് പോലും അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്തിനാണ് ഇത്രമാത്രം ചെയ്യാൻ പറ്റാത്തൊരു ജോലി? സമ്മർദ്ദം എന്തുകൊണ്ട്? അതായത് രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പൊ ലീഗ് ഉൾപ്പെടെ BJP അല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷി യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചതാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ്. 2 തവണ ഇവരുമായിട്ട് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിയതാണ്. പക്ഷേ അവിടെയും ഒരു സമ്മർദ്ദം വരുന്നുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഈ സമ്മർദ്ദത്തിനൊരു ദുഷ്ടലാക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ ദുഷ്ടലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയും മറ്റേ വോട്ടർമാരെ ഇതിനകത്ത് നിന്ന് പുറത്താക്കുക, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ദുഷ്ടാക്ക്. അല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാനില്ല അതിനകത്തുനിന്ന്. നമുക്ക് കുറച്ച് സമയം കൂട്ടിക്കൊടുത്താൽ എന്താ കുഴപ്പം? ഇപ്പോ പ്രവാസികളുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. ഇപ്പൊ ഒരു 6 മാസത്തേക്കാണ് ഈ SIR നടത്തുന്നതെങ്കിൽ ഈ 6 മാസത്തിന് ഇടയിൽ എന്തായാലും പ്രവാസി ഒരു പ്രാവശ്യമെങ്കിലും നാട്ടിൽ വന്ന് പോകാതിരിക്കില്ല. അപ്പൊ പിന്നെ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാനും പറ്റും. അപ്പൊ അതൊന്നും നടത്താതെ ഈ ഒരു മാസത്തിനുള്ളിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് ഈ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാരെ തൊട്ട് ബാക്കി സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം സമ്മർദ്ദത്തിലാക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി അവരുടെ മേളിൽ കെട്ടിയേൽപ്പിക്കുമ്പോൾ എന്താണ് അവർക്ക് ഈ പറയുന്ന പോലെ ഈ കൃത്യമായിട്ട് ചെയ്യാതെയാകുമ്പോൾ ഒരുപാട് ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു അവസ്ഥ വരികയാണ്. അതേപോലെ തന്നെ പ്രവാസികളുടെ കാര്യത്തിലും ഈ പറയുന്ന അവസ്ഥ തന്നെ വരികയാണ്. അപ്പൊ എന്തിനാണ് ഇത്രമാത്രം ധൃതിയോടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. 2002-2003 ചെയ്തപ്പോ 6 മാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ എടുത്തിട്ടാണ് അത് പൂർത്തിയാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഇവിടെ നടത്തതിന്റെ കാരണം എന്തായാലും വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരെ കുറച്ചുപേരെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ആർക്കും ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതെ, ലീഗ് ഹർജി നൽകിയോ? എപ്പോഴായിരിക്കും പരിഗണിക്കുക? നമ്മൾ അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഇന്നലത്തെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ വരെയും നമ്മൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം സമ്മർദ്ദത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കേണ്ട ജോലി പോലും നമുക്കുണ്ട്. സർക്കാരുകൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കാണ് പിന്നെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത വരുന്നത്.